CPIM വൈപ്പിൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായി മെയ് 1 സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി നായരമ്പലം ലോക്കൽ കമ്മിറ്റിയുടെ സംസ്ഥാന സമിതി രൂപീകരണ യോഗം നായരമ്പലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് സെന്റ് ജോർജ് വാർഡേൽ വികാരി ഫാദർ ഡെന്നി മാത്യു പെരിങ്ങോട്ട് ഉദ്ഘാടനം ചെയ്തു. CPIM വൈപ്പിൻ ഏരിയ കമ്മിറ്റി അംഗം MP ശ്യാംകുമാർ അധ്യക്ഷനായി. CPIM വൈപ്പിൻ ഏരിയ സെക്രട്ടറി AP പ്രിനിൽ, ഏരിയ കമ്മിറ്റി അംഗം PB സജീവൻ, ഡോക്ടർ KS പുരുഷൻ, KK ജോഷി, PK രാജീവ്, VD സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ ഈ ക്യാമ്പയിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിൽ നമ്മൾ സമൂഹത്തിൽ നന്മകൾ ഉണ്ടാകുവാൻ വേണ്ടി നമുക്കറിയാം. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇത്തരം ഒരു വിഷയം എടുത്തുകൊണ്ട് ജനങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങുന്നത് നിരവധിയായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അപ്പോൾ രാജ്യം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്താണ്. ഇതിനെ നമ്മൾക്കല്ലാതെ, സമൂഹത്തിലാകെ നിറഞ്ഞു പ്രവർത്തിക്കുന്ന നമ്മൾക്കല്ലാതെ ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ യോഗത്തിൽ നമ്മളുടെ എല്ലാവരെയും അഭ്യർത്ഥന കൊണ്ട് മാത്രം ഇവിടെ എത്തിച്ചേർന്നുള്ള ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു മഹാവ്യക്തിത്വമാണ് വാഴപ്പള്ളി സെന്റ് ജോർജ് വികാരിയായിട്ടുള്ള ഫാദർ മാത്യു പെരിങ്ങോട്ട്. ഏറ്റവും പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടതും ഈ പ്രസ്ഥാനത്തിനെ നന്നായിട്ട് നമ്മുടെ ഈ സമൂഹത്തിലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വിശിഷ്ട വ്യക്തിത്വമായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഹായി അധ്യക്ഷത വഹിക്കുന്ന സഹായി MP ശ്യാംകുമാർ, ഡോക്ടർ KS പുരുഷൻ, PB സജീവൻ, പങ്കെടുത്തിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിവിധങ്ങളായിട്ടുള്ള സാംസ്കാരിക സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തകരെ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. എന്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള വലിയ ഒരു ക്യാമ്പയിൻ കൊടുക്കുകയാണ്. മെയ് 1 വൈപ്പിൻ നെല്ലിയ മണ്ഡപം മുതൽ കോശ്രീ ജംഗ്ഷൻ വരെ മനുഷ്യ ചങ്ങല തീർത്തുകൊണ്ട് ലഹരിക്കെതിരെയുള്ള വലിയൊരു സന്ധിയില്ലാത്ത പോരാട്ടത്തിലേക്ക് പാർട്ടി പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് വിവിധ ക്യാമ്പയിനുകളാണ് പാർട്ടി ഏറ്റെടുത്തിട്ടുള്ളത്. കലാ കായിക മത്സരങ്ങളും കുടുംബ സദസ്സുകളും മാരത്തോൺ ഉൾപ്പെടെയുള്ള ഫ്ലാഷ് മോബ് ഉൾപ്പെടെയുള്ള വിവിധ കലാ കായിക പരിപാടികളെല്ലാം ഏറ്റെടുത്തതിന്റെ പ്രചരണാർത്ഥം, അതുപോലെ കൃഷ്ണതൈകളായാലും ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വൈപ്പിൻകരയിലെ എല്ലാ പഞ്ചായത്തുകൾക്കകത്തും ഇത്തരത്തിലുള്ള സംഘാടക സമിതി രൂപീകരണ യോഗങ്ങൾ ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെയും നമ്മൾ ഇത്തരത്തിലുള്ള സംഘാടക സമിതി വിശദീകരിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ വിശിഷ്ട വ്യക്തികളും അധ്യാപകരും രക്ഷകർത്താക്കളും അതുപോലെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളും വിവിധ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായിട്ടുള്ള മതസാമുദായിക സംഘടന ഉൾപ്പെടെ എല്ലാവരെയും പ്രതിനിധികളെല്ലാം ക്ഷണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സംഘാടക സമിതി രൂപീകരണം ചെയ്യുന്നത്. നമുക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യാവുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ പാടയിൽ വികാരിയായിട്ടുള്ള മാത്യു പെരിങ്ങോട്ട് അച്ഛനാണ്.
അച്ഛനെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചോളൂ. പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് എല്ലാവർക്കും അറിയാവുന്ന നഗ്നമായിട്ടുള്ള സത്യമാണ്. ഇന്ന് ഈ നാടിന് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ പ്രവർത്തിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് കൂടുന്നത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷവും പ്രതീക്ഷയുമാണ് മനസ്സിലുള്ളത്. ഈ അടുത്ത് വന്ന ഒരു പഠന റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നാക്കോയുടെ ഒരു ഹെൽത്ത് ഓർഗനൈസേഷനാണ് നാക്കോ. അവരുടെ പഠന റിപ്പോർട്ടിൻ്റെ സംക്ഷിപ്തം ഇങ്ങനെയാണ്. നിങ്ങൾക്കറിയാം, മദ്യപാനം മനുഷ്യന്റെ ശരീരത്തെ, പ്രത്യേകിച്ച് വൃക്കകളെ തകരാറിലാക്കുന്നു എന്ന കാര്യം അറിയാം. ഇപ്പോൾ പുതിയ തലമുറയുടെ രാസലഹരിയായ MDMA മുതലായിട്ടുള്ള ഈ മയക്കുമരുന്ന് സാധനങ്ങൾ വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് യുവാക്കളുടെ ബ്രെയിനിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഈ പഠനത്തിന്റെ സംക്ഷിപ്തം ഇങ്ങനെയാണ്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതം, ഒരു ആയുസ്, ഒരു വർഷം ഈ രാസലഹരി ഉപയോഗിച്ചാൽ മൊത്തം ആയുസിന്റെ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം പുറകോട്ട് ചലിപ്പിക്കും എന്നുള്ളതാണ്. ഇത് വായിച്ചപ്പോൾ ഞെട്ടലോടെ ചിന്തിച്ചൊരു കാര്യത്തിലാണ്. 10 വർഷം കഴിഞ്ഞാൽ നമ്മുടെ റോഡുകളിൽ ഇപ്പോൾ നാം കാണുന്ന വേട്ടപ്പട്ടികളും പേപ്പട്ടികളും തെരുവ് നായ്ക്കളെയും നമ്മൾ കാണാറുണ്ട്. എവിടെ ചെന്നാലും പട്ടികളുടെ ഒരു കൂട്ടം. ചിലത് ആക്രമിക്കും, ചിലത് ആക്രമിക്കില്ല. ഞാനിവിടെ വെച്ച് അടിവരയിട്ട് പറയുകയാണ്, നാടിങ്ങനെ പോവുകയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ബ്രെയിനിൻ്റെ എല്ലാം ശക്തിയെല്ലാം, അതിൻ്റെ എല്ലാ ഊർജവും ചോർന്ന് വഴി ഇപ്പോൾ കാണുന്ന പട്ടികളെ പോലെ നാം കാണുന്നത് നമ്മുടെ ഭാവിയിലെ പ്രതീക്ഷകളായ യുവാക്കളായിരിക്കും. വിശക്കുമ്പോൾ പട്ടികൾ നമ്മളെ ആക്രമിക്കാറുണ്ട്. ഈ യുവാക്കൾ അവർക്ക് ജോലി കിട്ടാതെ, അവർക്ക് വേതനമില്ലാതെ, കാശില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അവർ വഴിയിൽ കൂടി പോകുന്ന മറ്റു മനുഷ്യരെ ആക്രമിക്കും. അവരെ ആക്രമിച്ച് പൈസയൊക്കെ ശേഖരിച്ച് ഈ രാസവസ്തുക്കൾ മേടിക്കാനായി അവർ എന്തു ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ നാട് നീങ്ങുന്നത് എന്ന വേദനയോടെ പറയാൻ വയ്യ. ഇത് അസന്നിഗ്ധമായി പഠിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ ഫലത്തിലാണ് ഈ ഒരു വീക്ഷണം പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ വലിയൊരു നീണ്ട പ്രസംഗം നടത്തേണ്ടതിന്റെ ആവശ്യം ഇവിടെയില്ല. ലഹരി മനുഷ്യനെ തിന്മയിലേക്കും നശീകരണത്തിലേക്കും നയിക്കുമെന്നുള്ളത് നഗ്നമായിട്ടുള്ള സത്യമാണ്. ഇതിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടണം. ഇവിടെ കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. നമ്മുടെ ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരെ ഒരുമിച്ച് കൈകോർക്കാൻ എല്ലാവരും ഒത്തുചേരണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനും എൻ്റെ ഇടവകയും അതിനുവേണ്ടി നിങ്ങൾക്കുള്ള എല്ലാ പിന്തുണയും സഹകരണവും സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകുന്നു. ഇതിനു മുൻകൈയെടുത്ത ഏരിയ കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളെയും, അതോടൊപ്പം തന്നെ CPIM വൈപ്പിൻ മേഖലയിലെ എല്ലാ പ്രവർത്തകരെയും സംഘാടന പ്രവർത്തകരെയും ഇതിനെ മുഖ്യഘടന പ്രശംസിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് തിന്മയ്ക്കെതിരെ, ലഹരിക്കെതിരെ പോരാടാം. ഇതിനുവേണ്ടി മുൻകൈയെടുക്കുന്ന ഈ യോഗത്തിനെ, പ്രാഥമിക യോഗത്തിൽ ഈ യോഗം ഔദ്യോഗികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. കാരണം എനിക്കൊരു 5 മണിക്കൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തൽക്കാലം ഇവിടെ നിന്ന് വിടുവാങ്ങുകയാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും സഹകരണവും സഹായവും കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിനുവേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ മഹാവിപത്തിനെതിരായിട്ടുള്ള നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിപുലമായ സദസ്സായി എനിക്ക് തോന്നുന്നുമില്ല. നായരമല മലയത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ജനസംഖ്യ 25,000 ആണെങ്കിൽ 1% ആളുകൾ ഏകദേശം ഇവിടെ ഇരിക്കുന്നത്. 1%. ബാക്കി 99% ആളുകൾ പുറത്താണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ മാരകമായിട്ടുള്ള ലഹരിയെ ഉന്മൂലനം ചെയ്യുക എന്നതാണ്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്താണ് ലഹരി എന്ന് അറിയണം. ലഹരി 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 എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ എന്താണ് ലഹരി എന്ന് അറിയണം.
നിങ്ങളുടെ നിർമ്മാതാവായ ശ്രീകണ്ഠേശ്വരൻ പത്മനാഭുള്ള ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിഘണ്ടുവിന്റെ മുഖവരിയിൽ പറഞ്ഞു, സുഖം എന്ന പദത്തിന് എന്റെ നിഘണ്ടുവിൽ ഞാൻ അർത്ഥം കൊടുത്തിട്ടുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ എന്താണെന്ന് അതെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളല്ല ഞാൻ. അതുപോലെ തന്നെ ഈ ലഹരിയും ഞാൻ തമ്മിലുള്ള ബന്ധം. ലഹരി എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണെന്ന് അനുഭവിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ലോകത്തിലെ ജനങ്ങൾ മുഴുവനും പല പല പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ നമുക്കൊരു ധാർമ്മികമായിട്ടുള്ള പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വരുംകാല തലമുറയും വർത്തമാനകാല തലമുറയും കൊണ്ടുകൊണ്ടുന്ന ഒരു അവസ്ഥാവിശേഷത്തിൽ എത്തപ്പെട്ടതുകൊണ്ട് ഒരു ബഹുജന ഐക്യം രൂപപ്പെടുമ്പോൾ അതിൽ പങ്കെടുത്തെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നത് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നെന്ന് പറയുന്നത്, അനാരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത് ഏറ്റവും മനുഷ്യരാശിയെ ബാധിക്കുന്ന ഏറ്റവും മഹാവിപത്തായതുകൊണ്ട് അത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ പങ്കെടുക്കാനോ ചേരാത്ത ആളുകൾക്ക് കരുതിപ്പെട്ടിട്ടുള്ളത് സ്വർഗത്തിന്റെ അല്ല നരകത്തിന്റെ ഏറ്റവും ചുറ്റുകൊള്ളുന്ന അവസാനത്തെ ഇടമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെല്ലാവരും ഇതിനെ മുൻകൈയെടുക്കുന്നത് ആ ഒരു കാര്യത്തിലാണ്. എന്താണ് ലഹരി എന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള ലഹരി. നമ്മൾ സൗന്ദര്യ ലഹരി കേട്ടത്, മറ്റേ ലഹരി കേട്ടത്, പിന്നെ നമ്മുടെ ബ്രൗൺ ഷുഗർ, LSD, പിന്നെ MDMA. പണ്ട് ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ MD-കാരനെങ്കിൽ അയാൾക്ക് വന്ന് നോക്കും. അയാളുടെ മാസ്റ്റർ ഡിഗ്രി കിട്ടിയവരാണ് പഠിച്ചിരിക്കുന്നത്. MS എന്ന് പറഞ്ഞാൽ മാസ്റ്റർ സർജറി. ആ രണ്ടും കൂടെ കൂടിയ ഡിഗ്രി സമ്പാദിച്ച പോലെ MD-MS എന്ന് പറഞ്ഞാൽ ഏറ്റവും മാരകമായിട്ടുള്ള ലഹരി എന്ന് പറയുന്ന വസ്തു. ഇത് കഴിച്ചു കഴിഞ്ഞാൽ, കഴിക്കാൻ എന്ന് പറഞ്ഞാൽ നാട്ടത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം അധോഗതിയിലേക്ക് തള്ളപ്പെടുന്ന അവസ്ഥ അന്ന് തുടങ്ങി ആരംഭിക്കുകയാണ്. അങ്ങനെ ആയി ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം, ഇതിന്റെ ബഹുമാനപ്പെട്ട ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ ഈ MDMA കഴിച്ചാൽ അത് സെൻട്രൽ നെർവസ് സിസ്റ്റം തലച്ചോറിനെ ബാധിക്കും. അങ്ങനെ ഒരു തലക്ക് വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പെരുമാറുന്നത് ഈ പട്ടികയിൽപ്പെട്ട കാര്യം പറഞ്ഞതുപോലെ പല വിധത്തിൽ സമനില എത്തി ആളുകൾ വേർതിരിച്ചറിയാനുള്ള ശക്തി ക്ഷയിച്ച് ഗുരുതര ജീവിതമായിട്ട് കഴിഞ്ഞുകൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ വിതച്ച വലിയ പ്രദേശത്ത് കാണുന്ന അംഗവൈകല്യമുള്ള ആളുകളെ കണ്ടു കാണും TV. അതുപോലെ ഒന്നിനും കൊള്ളാത്ത ഒരു ജീവിതമായിട്ട് ഒരു സമൂഹം മാറിപ്പോയാൽ ഉണ്ടായേക്കാവുന്ന വിപത്ത് രാജ്യത്തിന് മൊത്തത്തിലുള്ളതാണ്. അപ്പൊ നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തലമുറയെ കൂടുതൽ ഭംഗിയായി സാമൂഹികവും ആരോഗ്യപരവുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൂട്ടുത്തരവാദിത്തമാണ് നാം നിർവഹിക്കേണ്ടത്. വലിയൊരു ജനകീയ ക്യാമ്പയിൻ നാം ഏറ്റെടുക്കുകയാണ്. നമ്മളത് ഈ സവിശേഷ ഘട്ടത്തിൽ ഏറ്റെടുത്ത ഒരു ക്യാമ്പയിനല്ല. ഇപ്പൊ എല്ലാ സംഘടനകളും ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നുണ്ട്. അതൊരു ഗുണപരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് സമൂഹത്തിന്. നമ്മൾ 2 മാസം മുമ്പ് ഈ വിഷയം ഏറ്റെടുക്കണമെന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി തീരുമാനിക്കുകയില്ല. വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാവണം ഈ ജനകീയ ക്യാമ്പയിൻ ഏറ്റെടുത്ത് വിജയിപ്പിക്കേണ്ടത് എന്നുള്ളത് പാർട്ടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വൈപ്പിക്കകത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലഹരി മാഫിയയെ വേരോടെ പിടിതെറിയാൻ പറ്റാവുന്ന രീതിയിലുള്ള സ്പർശിക്കുന്ന ഒരു ബഹുജന ക്യാമ്പയിൻ ആയിരിക്കണം ഇതിന്റെ ഭാഗമായിട്ട് നടത്തേണ്ടത് എന്നുള്ളത് നാം തീരുമാനിക്കുകയുണ്ടായി. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് മെയ് 1-ാം തീയതി 25 കിലോമീറ്റർ നീളുന്ന ഏകദേശം 1,00,000-ഓളം വരുന്ന ആളുകൾ പങ്കെടുക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിന്റെ ഒരു ശൃംഖല തീർക്കണം എന്നാണ് നാം തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി തീരുമാനത്തിലേക്ക് വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഫാദറും ബഷീർ സാറും ഉൾപ്പെടെ സൂചിപ്പിച്ചു. കേരളത്തിനകത്ത് ലഹരി വ്യാപനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
പ്രത്യേകിച്ച് തീരദേശ മേഖലക്കകത്ത് വൈപ്പിക്കരക്കകത്ത് ഉൾപ്പെടെ അതിന്റെ പ്രധാനപ്പെട്ട ഉറവിടമായിട്ട് മാറുകയാണ്. നമ്മുടെ ഗവൺമെന്റോ എക്സൈസോ പോലീസോ മാത്രം വിചാരിച്ചാൽ ഈ ശക്തികളെ ഉന്മൂലനം ചെയ്യുവാൻ സാധിക്കും. ഗവൺമെന്റ് ശക്തമായ നടപടി ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് വലിയ രീതിയിൽ, പ്രത്യേകിച്ച് എക്സൈസ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഈ സമൂഹത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ ശക്തികളെ ഈ സമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യുവാൻ സാധിക്കും എന്ന് നാം കരുതരുത്. മറിച്ച് ജനങ്ങൾ ഏറ്റെടുക്കുന്ന പ്രതിരോധത്തിന്റെ പുതിയ ഒരു സമരമുഖം ഈ സമൂഹത്തിനകത്ത് ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഗൗരവമുണ്ട് ഈ വിഷയത്തിൽ. നമ്മൾ നിലവിൽ എന്താണോ ചിന്തിക്കുന്നത് അതിനേക്കാളും 100 മടങ്ങ് ഗൗരവമുണ്ട് ഈ വിഷയത്തിന് എന്നുള്ളത് നാം മനസ്സിലാക്കണം. വൈപ്പിക്കരക്കകത്ത് സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്ത 1-2 കേസുകളുണ്ട്. സത്യത്തിൽ ആശങ്കയോടെയാണ് നമ്മളത് നോക്കിക്കാണുന്നത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഇതെത്തിയിട്ടില്ലല്ലോ എന്നുള്ളതായിരിക്കും. പക്ഷെ നാം അറിയാതെ നമ്മുടെ വീടുകളിൽ പോലും ഈ സംഘത്തിന്റെ സാന്നിധ്യം അദൃശ്യമായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കാണണം. കഴിഞ്ഞ ദിവസം 1 മാസത്തിന് മുമ്പ് ഈ പൊതുവയ്പ്പിനകത്ത് ഒരു വിഷയം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഒരു വലിയ മാധ്യമ ശ്രദ്ധ ഒന്നും കിട്ടിയില്ല. ആ റിപ്പോർട്ട് ചെയ്ത വിഷയം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കേവലം 11 വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ മയക്കുമരുന്നിനെ അടിമപ്പെടുകയാണ്. അതിന്റെ മാതാപിതാക്കൾ എത്രത്തോളം ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്ങനെ അടിമപ്പെട്ടു. അതായത് നമ്മൾ ആലോചിച്ച് നോക്കണം. കേവലം ഇവിടെ മാഷ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ലാളിക്കുന്ന നമ്മുടെ മക്കൾ ഈ ലഹരിക്ക് അടിമപ്പെടുന്നു എന്നുള്ളത് ചിന്തിക്കുവാൻ പോലും പറ്റില്ല. ആ മാതാവ് പറഞ്ഞത് രാവിലെ സ്കൂളിൽ കൊണ്ടുവരുന്നത് ഈ മാതാവാണ്. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് കൊണ്ടുവരും, തിരിച്ച് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് എത്തിക്കും. അത്രത്തോളം സൂക്ഷ്മതയോടെ, അത്രത്തോളം ഒരു സംരക്ഷണത്തിന്റെ വലയിൽ നിൽക്കുകൊണ്ടാണ് തന്റെ കുട്ടിയെ ഈ രീതിയിൽ ആ മാതാപിതാക്കൾ സംരക്ഷിച്ചത്. ഒരു ദിവസം കുട്ടിയെ കാണുന്നില്ല. കുട്ടിയെ കാണാതായപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് അവർ ബന്ധപ്പെട്ടു. ഒരു വലിയ തിരച്ചിൽ ആ പ്രദേശത്ത് ഉൾപ്പെടെ നടത്തി. പിന്നീട് അറിയുമ്പോൾ പിറ്റേ ദിവസമാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. പിറ്റേ ദിവസം കുട്ടിയെ കണ്ടെത്തുന്ന ഇടമെന്ന് പറയുന്നത് ഈ ലഹരി മാഫിയയുടെ സംഘത്തിലെ ഒരാളെ നിന്നാണ്. ഒരു രാത്രി ആ കുട്ടി അവിടെ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കണം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11, 12 അല്ലെങ്കിൽ 13 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി, അതീവ സംരക്ഷണയിൽ വളർന്ന ഒരു കുട്ടി, ഒരു സുപ്രഭാതത്തിൽ ഈ മാഫിയ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായി ഈ ലഹരിക്ക് അടിമപ്പെട്ടു എന്നുള്ള വാർത്ത ആ കുടുംബത്തെ തന്നെ താളത്തിച്ചു. ആ കുടുംബം ശിഥിലീകരണമായി. ആ കുടുംബം മാത്രമല്ല, ഒരു സമൂഹം ഒന്നാകെ നശീകരണത്തിന്റെ പാതയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദയനീയമായിട്ടുള്ള കാഴ്ച നമുക്ക് ഇത് മാത്രമല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ രീതിയിൽ 100 കണക്കിന് സംഭവങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്യാമ്പയിനുകളാണ് ഇതിന്റെ ഭാഗമായി ഏറ്റെടുക്കുന്നത്. പാർട്ടികൾ ഒരു ദിവസം മാത്രം നീളുന്ന പരിപാടിയിലൂടെ ഇവരെ തകർക്കാൻ നമുക്ക് സാധിക്കുകയില്ല. എന്ത് വേണം? അവയർനെസ് വേണം, ബോധവൽക്കരണം വേണം.
അതുപോലെ തന്നെ ആശയപരമായിട്ടുള്ള സമരം ഈ സമൂഹത്തിനകത്ത് ശക്തിപ്പെടണം. ഈ ശക്തികളെ മുഖാമുഖം എതിർക്കാവുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കണം. ആ രീതിയിൽ 3 ഘട്ടങ്ങളിലൂടെ ഈ സമരം, ഈ ക്യാമ്പയിൻ മുന്നോട്ട് പോകണം എന്ന് നമ്മൾ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 20 വരെയുള്ള തീയതികൾ വനിതകളുടെ നേതൃത്വത്തിൽ വീട്ടുമുട്ട് സദസ്സ് നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വാർഡിനകത്ത് 10 വീട്ടുമുട്ട് സദസ്സ് എന്ന് പറയുമ്പോൾ വൈപ്പിക്കരകത്ത് 1500ഓളം വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള വനിതകളുടെ കൂട്ടായ്മ ഈ ലഹരിക്കെതിരെ ഉയർന്നു വരണം എന്ന് തീരുമാനിക്കുകയുണ്ടായി. അവിടെ നല്ലൊരു ഇടപെടൽ വേണം. വനിതകൾ, സ്ത്രീകൾ ഈ പ്രതിരോധത്തിന്റെ പ്രധാന കുന്തമുനയായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. തങ്ങളുടെ വീട്ടിൽ തന്റെ മകൻ അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ ഭർത്താവ് ഈ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ ലഹരിക്കോ അടിമപ്പെട്ടു കഴിഞ്ഞാൽ പുറത്തു പോലും പറയാൻ പറ്റാത്ത മാനസിക സംഘർഷത്തിലേക്ക് നടന്നു നീങ്ങുന്നവരാണ് വനിതകൾ. കുറ്റം പറട്ടുകാരന്റെ കാരണം മകന്റെ ഭാവി നശിക്കരുത്, സഹോദരങ്ങളുടെ ഭാവി നശിക്കരുത്, നിശബ്ദമായി നിൽക്കുകയാണ്. പക്ഷേ ആ നിശബ്ദത എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന ഒന്നായിട്ട് ഉയർന്നു വരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ നടത്തുന്ന ഈ വീട്ടുമുറ്റ കൂട്ടായ്മ സ്ത്രീകളുടെ മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയെ സുസജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചു. 1500ഓളം വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഓരോരുത്തരുടെയും വീട്ടുമുറ്റത്ത് വെച്ച് ചേരുന്ന ഈ കൂട്ടായ്മകൾ ഈ ലഹരിക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിന്റെ പ്രധാന സമര ആയുധമായി മാറണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് 20-ാം തീയതി കൂടി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ വനിതകളുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ ക്യാൻവാസ് ചെറായി യുവീശ്വര മൈതാനത്ത് വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏപ്രിൽ 25-ാം തീയതി ആ ജനകീയ ക്യാൻവാസിൽ ഈ കേരളത്തിനകത്ത് ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സാംസ്കാരിക നായകന്മാർ ഉൾപ്പെടെ ആ ക്യാമ്പയിന്റെ ഭാഗമായി തീരും. മുഴുവൻ സ്ത്രീകളെയും പങ്കെടുപ്പിക്കുന്ന, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ജനകീയ ക്യാൻവാസായി അതിനെ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് യുവാക്കൾ ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ണിയായി തീരണം. യുവാക്കളുടെ അവസ്ഥയെന്ന വർഷങ്ങൾക്ക് മുമ്പ് യുവാക്കൾ ജോലി കഴിഞ്ഞാൽ പിന്നെ അവൻ ചെന്നെത്തുന്ന സ്ഥലം ക്ലബ്ബുകൾ, വായനാശാലകൾ ഒക്കെയാണ്, അല്ലെങ്കിൽ കളിസ്ഥലങ്ങൾ, പൊതു ഇടങ്ങൾ. അവരെ കൂട്ടം ചേർന്ന് വർത്തമാനം പറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ അവസ്ഥ മാറി. വായനശാലകളില്ല, വായനശാലകൾ ഉള്ള വായനശാലകൾ ഉപയോഗിക്കുന്നില്ല, ക്ലബ്ബുകൾ ഇപ്പോൾ കാണാനേ പറ്റുന്നില്ല, പൊതു ഇടങ്ങൾ നിഷ്പ്രഭമാകുന്നു, കളിസ്ഥലങ്ങൾ ഇല്ലാതായിത്തീരുന്നു. അവസാനം ഈ യുവാക്കൾ ഒരു ലഹരിക്കായി എത്തിച്ചേരുന്ന ഇടം ഈ മാഫിയ സംഘങ്ങളുടെ കയ്യിലാണ്. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഭൂഷൺ സാറ്, ജോഷി, പ്രിയപ്പെട്ടവർ, ഒരു നീണ്ട പ്രസംഗത്തിന്റെ ആവശ്യമില്ല. ഒരു കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ട്. ആ കമ്മിറ്റി രൂപീകരണത്തിന് ശേഷം വാർഡുതല സംഘാടക സമിതി കൂടി വരേണ്ടതുണ്ട്. വാർഡുതല സംഘാടക സമിതി അതൊരു വാർഡുതല ജാഗ്രത സമിതിയായി നമുക്ക് രൂപപ്പെടുത്താനും കഴിയണം. എന്തുകൊണ്ട് ഇതിനെതിരെ ഇത്ര ശക്തമായ പ്രതികരണം വേണം എന്നതിനെ സംബന്ധിച്ച് വിശദമായി തന്നെ കൃഷ്ണൻ സാറ് ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളെല്ലാം ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളാണ് നമ്മുടെ എല്ലാം അമ്മ. അമ്മയ്ക്ക് വയലാറിന്റെ ഒരു കവിത പറയുന്നുണ്ട്. വയലാറ് പറയുന്നത് ദൈവത്തെ പോലെ പെറ്റു വളർത്തിയത്, ഞാൻ പാടിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് പോകുന്നതാണ്, അമ്മയാണെന്നാണ്. ദൈവത്തെ പോലും പെറ്റു വളർത്തിയത് അമ്മയാണെന്നാണ് പാട്ട്.
അത്രയും ബഹുമാനം കൊടുക്കുകയാണ് അമ്മയ്ക്ക്. ആ അമ്മയെ കുരക്കിന് പിടിക്കാൻ പ്രാപ്തമാക്കുന്ന സാധനവും ഈ മയക്കുമരുന്ന്. സാധാരണ കള്ളു പിടിച്ചു കഴിഞ്ഞാൽ പോലും അത്ര അപകടമില്ല. മറ്റ് മദ്യം കഴിച്ചിട്ട് പോലും ആളുടെ അമ്മയുടെ നെഞ്ചത്തേറെ കുറവാണ്. ഈ രാസലഹരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ നോക്കി വരുന്ന വാർത്തകൾ മുഴുവൻ നോക്കൂ. അമ്മ എവിടെയെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് മകന്റെ കയ്യാലെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മകൻ രാസലഹരിക്ക് അടിപ്പെട്ടിട്ടുണ്ട്. പല വീടുകളിലും നടക്കുന്നത് അമ്മ വഴിയാണ് പണം കൈപ്പറ്റുന്നതിന് വേണ്ടി ഈ രാസലഹരിക്ക് അടിപ്പെട്ട പയ്യൻ ശ്രമിക്കുന്നത്. ആ ശ്രമം വീടിന്റെ അകത്തുണ്ടാക്കുന്ന കലാപം ചെറുതല്ല. പലപ്പോഴും നമ്മുടെ അതേ അമ്മ തന്നെയാണ് ഇവരെല്ലാം സംരക്ഷകരായി പലപ്പോഴും മാറുന്നത്. നമുക്കറിയാം, ഒരു കുട്ടി വളർന്നു വലുതാവുമ്പോൾ അത് ഗർഭം ധരിക്കുന്നത് തുടങ്ങി അത് ഒരു 5 വയസ്സാകുന്നത് വരെയും ആ അമ്മ എടുക്കുന്ന ഒരു പെടാപ്പാടുണ്ട് അവനൊന്ന് നേരെ നടത്തിക്കിട്ടാനായിട്ട്. അത് മനസ്സിലാക്കുന്ന ഒരാൾ പോലും ചെയ്യാത്ത പ്രവൃത്തി ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും കലാപകാരിയായി കൊച്ചു മാറുമ്പോൾ സംരക്ഷിക്കപ്പെടുന്നതും അമ്മ തന്നെയാണ്. നമ്മൾ ആ കുട്ടിക്കെതിരെ ഒരു പരാതിയുമായി നിങ്ങളുടെ മകൻ ഒരു ചെറിയ തോതിൽ മയക്കുമരുന്നെല്ലാം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ കയറി ചെന്നാൽ പിന്നെ നമ്മുടെ അടുത്ത് കിട്ടാവുന്നത് മുഴുവൻ നമുക്ക് വാങ്ങിപ്പോയിട്ടായിട്ട് വരും. അത്ര സംരക്ഷണ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന അമ്മയെ കൈയേറ്റം ചെയ്യുന്ന അത്ര തീക്ഷ്ണമായ ഒരു മാരകലഹരിയാണ് ഈ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. കമ്മിറ്റിയാണ്, ജനറൽ കമ്മിറ്റിയാണ് ഇവിടെ രൂപീകരിക്കുന്നത്. അതിൻ്റെ രക്ഷാധികാരികളായിട്ട് ഡോക്ടർ KS കൃഷ്ണൻ, ശ്രീ VS രവീന്ദ്രനാഥ്, ശ്രീ KV ജോഷി, NB അരവിന്ദാക്ഷൻ മാസ്റ്റർ, രാഘവ മാസ്റ്റർ. ചെയർമാനായി ഫാദർ ഡെന്നി മാത്യു തെരഞ്ഞെടുപ്പ്. വൈസ് ചെയർമാൻമാർ ഫാദർ ജെയിംസ് പനവേലി, സെബി നായകമ്പലം, ശിവദാസ് നായകമ്പലം, PT പ്രകാശൻ, ഷാജി നായകമ്പലം, രാജേഷ് K രാമൻ, അഡ്വക്കേറ്റ് VD സാബു, NA ജെയിൻ, ഡെൻസൺ, AK വിലാസ്, VD സന്തോഷ് കുമാർ. ഇതിൻ്റെ കൺവീനറായിട്ട് സഹാവ് KK ബാബു, ജോലി കൺവീനർമാരായിട്ട് MP ശ്യാംകുമാർ, KK ജോഷി, MS സുമേഷ്, PK രാജീവ്, NK ബിന്ദു, NA വേണുഗോപാൽ, VR മധു, PV ചാൾസ്, സജീവൻ NK, ശ്യാംലാൽ NS, രാജേഷ് അഞ്ചശ്ശേരി, ജിജി വിൻസെന്റ്, ജിൻഷ കാലൻ. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായിട്ട് സഹാവ് PJ ഫ്രാങ്ക്ലിൻ, PP സിജു, ഷിബിൻ ശ്യാം, MP സുമോദ്, KK നരേന്ദ്രൻ, TS ചന്ദ്രൻ, KG ആശിഷ്, OK ശിവദാസൻ, MN അനിൽ, NV അനിൽ. കൂടാതെ എല്ലാ ബ്രാഞ്ച് സെക്രട്ടറിമാരും ഉദ്ഘാടകരായിരുന്ന ഫാദർ ഡെന്നി മാത്യു പെരിങ്ങാട്, വേദിയിലിരിക്കുന്ന അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, തികച്ചും മഹത്തായ ഒരു കർത്തവ്യമാണ് ഇവിടെ നാം എടുക്കുന്നത്. ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു കർത്തവ്യമായിരുന്നു. കാരണം ഇന്നത്തെ സമൂഹം നാളെ നിലനിൽക്കണമോ എന്ന് അതായിരിക്കും ശരിക്കും തീരുമാനിക്കുക. കാലുകൾ വിടർക്കാത്ത, തലയുയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയുന്ന ഒരു സമൂഹം, ഒരു തലമുറ ഇനിയും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ലോകത്തെയും ഇതേ കാര്യങ്ങൾ തന്നെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട് രക്ഷപ്പെടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുവാനുള്ള ഒരു അവസരമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഫാദർ ഡെന്നി മാത്യൂസ് പെരിങ്ങനാടിന്
പ്രസ്ഥാനത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശ്യാംകുമാർ, യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പാർട്ടിയുടെയും പ്രസ്ഥാനത്തിന്റെയും അമരക്കാരനായ സഖാവ് ഏപ്രിൽ, സഖാവ് സജീവൻ, സഖാവ് രാജീവ്, ജോഷി, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ നാട്ടുകാർക്കും, സഖാക്കൾക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.